സുപ്രിയ മാഡം അവർക്ക് ജയയും അന്താക്ഷരിയും ഭയങ്കര വർക്കായ സിനിമയാണ്. അപ്പോൾ പുള്ളിക്കാരിക്ക് എന്തായാലും നമ്മളോട് ഒരു പടം ചെയ്യണം എന്നുള്ള പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ രാജുവൊക്കെ ലാസ്റ്റ് മിനിറ്റാണ് എത്തുന്നത്. അപ്പോൾ രാജു അടുത്ത് ഞാൻ കഥ പറയുമ്പോൾ ഓൾറെഡി ബേസിൽ ഫിക്സ്ഡ് ആണ്. അപ്പം രാജു ആ ക്യാരക്ടർ ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ സമാധാനമായി. അപ്പോൾ ആദ്യമൊക്കെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, ഇതെങ്ങനെ. പ്രത്യേകിച്ച് ഞാൻ രാജുവായിട്ട് വർക്ക് ചെയ്തിട്ടില്ല, ഒരു സ്റ്റാറുമായിട്ട് വർക്ക് ചെയ്തിട്ടില്ല, ഒരു സൂപ്പർ സ്റ്റാറുമായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഡേ 1 തന്നെ എനിക്ക് ആ കൺഫ്യൂഷൻ ഉണ്ട്, രണ്ടാം ദിവസം പുള്ളിൻ്റെ അടുത്ത് പുറത്ത് കളയോ എന്നൊക്കെ എന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്ന, നമ്മൾ ഇപ്പോൾ ബേസിലാണെങ്കിൽ ഞാനാണെങ്കിലും നിഖില, അനശ്വര അല്ലെങ്കിൽ സിജു, അവരെല്ലാവരും നമുക്ക് അറിയുന്ന ആൾക്കാരുണ്ട്. ഈ തമാശ കളിയാക്കൽ പരിപാടി നമ്മൾ ഫുൾ ടൈം കൊണ്ടുപോകുന്നുണ്ട്. ഇത് ഞങ്ങൾ 2015-16 മുതൽ ചെയ്യാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പല കാരണങ്ങളുണ്ടും അന്നത്തെ ബഡ്ജറ്റ്, പിന്നെ അന്ന് നമ്മൾ അത്രയും കേപ്പബിൾ അല്ല ഇങ്ങനെ വലിയ പടം എടുക്കാൻ. ഇപ്പോൾ ഗുരുവായൂരമ്പലയിൽ വരികയാണെങ്കിൽ അത് ഒരു ദീപു എന്ന് പറഞ്ഞ വേറൊരു റൈറ്റർ വരികയാണ്. ദീപുവിൻ്റെ കൂടെ നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതുവരെയുള്ള സിനിമകൾ സ്വന്തമായിട്ടാണല്ലോ കൂടുതലും എഴുതിയെങ്കിൽ കോ റൈറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ വേറൊരു റൈറ്ററുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഉള്ളൊരു ഒരു സ്പേസ് എങ്ങനെയാണ്? ഞാൻ അന്താക്ഷരി ടൈം മുതൽ മുതൂർ ടൈമിൽ എഴുതുമ്പോൾ സുഹൃത്തുക്കളെ ഡിസ്കസ് ചെയ്യും. അവരുടെ പേരൊക്കെ ഞാൻ അഡീഷണൽ റൈറ്ററായിട്ടൊക്കെ ആഡ് ചെയ്തിരിക്കും. ഡിസ്കസ് ചെയ്യുമ്പോഴും അവരുടെ ഇൻപുട്ട് ഞാൻ എടുക്കും. അപ്പോൾ അവർക്ക് ആ പേര് മെൻഷൻ ചെയ്യുന്നത് എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ട് ഞാൻ അവരെ അഡീഷണൽ റൈറ്ററായിട്ടോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് അസിസ്റ്റൻസ് ആയിട്ടോ ഞാൻ അന്നും ഡിസ്നി ജെയിംസിനെ അരുണിനെയും മെൻഷൻ ചെയ്തിട്ട് മുതുകൂറ്റം. കാര്യം അവരെന്നെ ഫ്രീക്വൻ്റ്ലി സ്ക്രിപ്റ്റ് കേൾക്കുകയും ഡിസ്കസ് ചെയ്യും. അതിങ്ങനെ ഇതിനേക്കാൾ നല്ലതല്ലേ ചേട്ടാ എന്ന് പറയുന്നൊരു സ്ഥാനത്തോട്ട് അവർ വരുവാണ്. അന്താക്ഷരി ടൈമിൽ ഞാൻ പറഞ്ഞ സീരീസ് വന്നപ്പോൾ രണ്ടുപേരും ഞാൻ നമ്മുടെ സാൻജോയും രഞ്ജിത്ത് വർമ്മയും രണ്ടുപേരും ഞാൻ ഈ അഡീഷണൽ ട്രാക്കുകൾ എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ആഡ് ചെയ്തത്. ആ സ്പോട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പെട്ടെന്ന് ഡയറക്ഷനിടയിൽ എഴുതാൻ പറഞ്ഞ് ചിലപ്പോൾ നടക്കില്ലല്ലോ, നമ്മൾ അങ്ങനെ ട്രൈ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് രണ്ടുപേരും ആഡ് ചെയ്ത് അവർ മാറിപ്പോയിരുന്ന എഴുതും. അപ്പം എന്നിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും, റീവർക്ക് ചെയ്യും. അപ്പോൾ അവർ അഡീഷണൽ റൈറ്ററായിട്ട് ഞാൻ ആ സീരീസിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ജയിൽ വന്നപ്പോൾ ഞാൻ അന്താക്ഷര പോസ്റ്റ് കിടക്കുന്നുണ്ട്, പ്ലസ് എനിക്ക് ഈ സ്ഥലത്ത് പോകണം, അപ്പോൾ കൊല്ലം അറിയാന്നുള്ള ഒരാൾ വേണം. അപ്പോൾ അങ്ങനെ നാഷിതൊട്ട് വേറെയും ഇപ്പം ഈ പറഞ്ഞ ഫാദിൻ്റെ പടം ചെയ്യുന്ന സെയിം കഥ അന്നേ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കണം. അപ്പം നമ്മൾ അത് നിർത്തി വെച്ചിട്ട് ഇതിലോട്ട് പോയി. അപ്പം ഞാൻ അവനെ ഈ ഡീറ്റെയിൽ കളക്ട് ചെയ്യാനും അല്ലെങ്കിൽ കുറച്ചുകൂടെ കണ്ടൻറ് എടുക്കാനും ഒക്കെ അവനെയാണ് ഏൽപ്പിച്ചത്. അപ്പം അങ്ങനെ അവനും അതിനകത്ത് ഇന്നായി. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരാളെ ഇൻവോൾവ്മെൻറ്റ് കൂടുമ്പോൾ ഞാൻ അവർക്ക് ആ ഒരു സ്പേസ് കൊടുക്കുമ്പോൾ അത് അവർ യൂട്ടിലൈസിങ് കൂടെ ചെയ്യുമ്പോൾ ഒരു ഡിസ്കഷൻ ആയിരിക്കും ശരിക്കും ഉണ്ടാകും, അല്ലാതെ ഒരു എഴുത്ത് പരിപാടിയിലോട്ടല്ല പോകുന്നത്. അപ്പോൾ ആ ഡിസ്കഷൻ്റെ പേരിൽ നമ്മൾ അതിനകത്ത് അവനും കൂടെ ഇൻക്ലൂഡായി. ഇപ്പോൾ ദീപുവിൻ്റെ വന്നപ്പോൾ ഇത് ശരിക്കും ദീപു എഴുതിയ കഥയാണ്, ബാക്കിയെല്ലാം അങ്ങനെ സംഭവിച്ചതാണ്. ഇതിവിടെ വരുമ്പോൾ ഗുരുവായൂർ ദീപു തന്നെ എഴുതിയ സ്റ്റാർട്ടിങ് ടു എൻ്റെ എഴുതിയ ഒരു കഥയാണ്, ഒരു സ്ക്രിപ്റ്റാണ്. അതിൽ ഞാനും കൂടെ ഇരുന്നിട്ട് പിന്നെ റീവർക്ക് വിപിനെ അപ്രോച്ച് ചെയ്യായിരുന്നു. എങ്ങനെയാണിത്? ഇത് ഞങ്ങൾ 2015-16 മുതൽ ചെയ്യാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പല കാരണങ്ങളുണ്ടും അന്നത്തെ ബഡ്ജറ്റ്, പിന്നെ അന്ന് നമ്മൾ അത്രയും കേപ്പബിൾ അല്ല ഇങ്ങനെ വലിയ പടം എടുക്കാൻ. ആർട്ടിസ്റ്റ് ഡേറ്റ് കിട്ടുന്നില്ല, ബഡ്ജറ്റ് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് മാറിപ്പോയതാണ്. പിന്നെ ഞാൻ മാറിയിട്ട് പിന്നെ വേറെ പല ഡയറക്ടേഴ്സുമായി അങ്ങനെ ഒരുപാട് ഡയറക്ടേഴ്സ് കേട്ടു, ഒരുപാട് നടന്മാർ കേട്ടു. ഇവൻ രാജുവിനെ പലപ്പോഴും കേട്ടിട്ടുണ്ട്, 2-3 പ്രാവശ്യം. അപ്പോൾ അങ്ങനെ കുറേ കറങ്ങിയിട്ട് വീണ്ടും ജയ ഒരു ബ്ലോക്ക് ബസ്റ്റർ ആയപ്പോൾ നമുക്ക് ആ സ്പേസ് കിട്ടി. ഈ ബഡ്ജറ്റ് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പ്രൊഡ്യൂസേഴ്സ് വന്നു, അല്ലെങ്കിൽ ആക്ടേഴ്സ് വന്നു. നമ്മൾ പറഞ്ഞാൽ ഓടി വരുന്ന ആക്ടേഴ്സ് എത്തി. അപ്പോൾ രാജുവൊക്കെ ലാസ്റ്റ് മിനിറ്റാണ് എത്തുന്നത്. അപ്പോൾ രാജു അടുത്ത് ഞാൻ കഥ പറയുമ്പോൾ ഓൾറെഡി ബേസിൽ ഫിക്സ്ഡ് ആണ്. അപ്പം രാജു ആ ക്യാരക്ടർ ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ സമാധാനമായി. ചിലപ്പോൾ രാജു ഒറ്റ സൈഡായിരിക്കും പിടിക്കുന്നതെന്നൊരു പേടിയുണ്ടായിരുന്നു. അതെന്തായാലും രാജുവിന് സൂട്ടല്ലെന്ന് രാജുവിനും അറിയാം. പക്ഷേ രാജു അത് ഈ ക്യാരക്ടറാണ് നല്ലതെന്നുള്ള രീതിയിൽ മാറിപ്പിടിക്കുകയും ചെയ്തു. ചിലപ്പോൾ പ്രോജക്റ്റൊക്കെ വലുതായി. അപ്പോൾ ആ സ്പേസിലോട്ട് എത്താൻ നമുക്ക് എന്താ പറയുക ഒരു കണ്ടൻറ് ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അത് ദീപു കൃത്യമായിട്ട് ഒരു സ്റ്റാർട്ടിങ് ടു എൻ്റെ എഴുതിയൊരു സാധനം. പിന്നെ നമ്മൾ അതിനകത്ത് ഈ ആർട്ടിസ്റ്റ് വരുന്നതനുസരിച്ചിട്ടും നമ്മുടെ ഈ ഒരു ഇപ്പോഴത്തെ ഒരു കറണ്ട് അഫെയറും പരിപാടികളൊക്കെ വെച്ചിട്ട് നമ്മളതിനെ പുൾ ഓഫ് ചെയ്യാൻ, ഇപ്പോഴത്തെ ഒരു സിനിമ ടേസ്റ്റിനനുസരിച്ചിട്ട് പുൾ ഓഫ് ചെയ്യാൻ വേണ്ടി രണ്ടുപേരും ഇരുന്ന് പഴയ പോലെ വീണ്ടും ഒരു കോറക്ടർ മോഡിലൂടെ വീണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്തു, ആഡ് ചെയ്തൊക്കെ വീണ്ടും പോയി എത്തി. പക്ഷേ അൾട്ടിമേറ്റ്ലി ഞാൻ ആദ്യമായിട്ടായിരിക്കും ഒരു റൈറ്ററിന് ഒരു കഥ എടുത്തിട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അതിൻ്റെ പൊളിറ്റിക്സ് ആണെങ്കിലും അതിൻ്റെ രീതികളാണെങ്കിലും അതിൻ്റെ ക്യാരക്ടർ സ്കെച്ചുകളാണെങ്കിലും ക്യാരക്ടർ ആർക്കുകളാണെങ്കിലും എല്ലാം ദീപുവിൻ്റെ മാത്രമാണ്. ഞാൻ അതിനകത്ത് സീൻസിലായിരിക്കും ഞാൻ ഡെവലപ്പ് ചെയ്ത, ഇല്ലെങ്കിൽ എൻ്റെ വിഷ്വൽ ട്രീറ്റിലാണെങ്കിൽ ഞാൻ അതിനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് കൂടുതൽ ഏരിയ. അൾട്ടിമേറ്റ് ആ ദീപുവിൻ്റെ യൂണിവേഴ്സ്, കല്യാണ യൂണിവേഴ്സിലുള്ള ഒരു സിനിമ തന്നെയാണ്. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ പൃഥ്വിരാജ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്തൊരു ചോയ്സാണ് ഇങ്ങനൊരു ജോണർ സിനിമകൾ. പുള്ളി കോമഡി സിനിമകൾ ചെയ്തിട്ടുണ്ട്, വളരെ നല്ല പെർഫോമൻസസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നാലും പുള്ളിയെ ചിലർ ക്രിട്ടിസൈസ് ചെയ്യുന്നത് ഇപ്പോൾ കോമഡി അധികം പുൾ ഓഫ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇതിൻ്റെ ടീസർ വന്നപ്പോഴും ചില ക്രിറ്റിസിസംസ് ഉണ്ടായിരുന്നു. പക്ഷേ പുള്ളി വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുള്ള കോമഡി റോൾസും ഉണ്ട് ഒരു സൈഡിൽ.
പക്ഷേ ഇതൊരു വളരെ അൺയൂഷ്വൽ ആയിട്ട് ഇങ്ങനെ ഒരു ഫാമിലി എന്റർടൈനറിൽ പുള്ളി അധികം കണ്ടിട്ടില്ല. അപ്പം പുള്ളിയിലേക്ക് എങ്ങനെയാണ് എത്തിയത്? എന്താണ് പൃഥ്വിരാജ് വേണം ഈ സിനിമയ്ക്ക് എന്നുള്ളൊരു തോന്നൽ എങ്ങനെ ഉണ്ടായത്? ഞങ്ങൾ പൃഥ്വിരാജിലോട്ട് പോയാലേ, പൃഥ്വിരാജിനോട്ട് ഒരിക്കലും ഈ ഒരു ക്യാരക്ടർ നമുക്ക് ഓഫർ ചെയ്യാൻ പറ്റില്ല. ഇച്ചിരി നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞ സാധനം തന്നെ ഇച്ചിരി മെയിൽ ഷോനിസ്റ്റ് ആണ്. അപ്പം അങ്ങനെ ഒരു ക്യാരക്ടർ നമുക്ക് ഒരിക്കലും രാജുവിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഇത് ചെയ്യുമെന്ന്, പ്രത്യേകിച്ച് ഇപ്പത്തൊരു ഹീറോ ആയിട്ട് ഒരാൾ നിൽക്കുകയും കൂടെ ചെയ്യുമ്പോൾ ഒരിക്കലും കൊണ്ടു കൊടുക്കില്ല, എടുക്കാൻ ചാൻസ് വളരെ കുറവാണ്. പക്ഷേ എനിക്കൊന്നു ആ ടൈമിൽ സുപ്രിയ മാഡം അവർക്ക് ജയയും അന്താക്ഷരിയും ഭയങ്കര വർക്കായ സിനിമയാണ്. അപ്പോൾ പുള്ളിക്കാരിക്ക് എന്തായാലും നമ്മളോട് ഒരു പടം ചെയ്യണം എന്നുള്ള പറയുന്നുണ്ടായിരുന്നു. അപ്പം രാജുവിനോട് പറഞ്ഞത് നമുക്ക് ഈ പടം എന്തായാലും ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ രാജു കഥ കേൾക്കാം, അങ്ങനെ വിളിച്ച് കഥ കേട്ടപ്പോൾ രാജുവിന് ആ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം രാജുവിൻ്റെ ഇതിൽ ജയ പോലത്തെ ഒരു സിനിമ ചെയ്ത ഒരാളുടെ ഒരു രസമുള്ള സിനിമ എന്നുള്ള മൂഡിൽ പുള്ളി ചില്ല് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് വന്ന് എൻ്റെ അടുത്ത് എപ്പോഴും പറയുന്ന കാര്യമാണ്, ഞാനിവിടെ വന്ന് ചില്ല് ചെയ്യാനാണ്, എന്നെ ഒന്നും ഡിസ്റ്റർബ് ചെയ്ത് ഞാൻ വരുന്നു അഭിനയിക്കുന്നു പോകുന്നു, ഞാനിവിടെ ചില്ല് ചെയ്യാൻ. അതിന് പുള്ളി എമ്പുരാൻ്റെ ടെൻഷനൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഇടയിൽ ഗ്യാപ്പിലാണ് എനിക്ക് വരുന്നത്. അപ്പോൾ രാജു അത് പ്രസൻറ്റ് ചെയ്യുന്ന രീതി രാജു വന്നതിന് ശേഷം നമ്മൾ മാറ്റി, അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടി വേറൊരു രീതിയിൽ പിടിക്കുമായിരുന്നു. അപ്പോൾ രാജു വന്നപ്പം രാജു അല്ല, ഇപ്പോൾ നമ്മുടെ പടത്തിൽ ആര് വന്നെങ്കിലും അത് ഞാൻ ആദ്യം വരെയുള്ള എല്ലാ സിനിമകളിലും ഞാൻ ആക്ടർ വരുമ്പോൾ ആക്ടറിനനുസരിച്ച് സിനിമ സ്ക്രിപ്റ്റ് മാറ്റും. അപ്പോൾ രാജുവിന് ചെയ്യാൻ പറ്റുന്നൊരു ഫ്ലേവറിലോട്ട്, അല്ലെങ്കിൽ രാജു ചെയ്തിട്ടില്ലാത്തൊരു ഫ്ലേവറിലോട്ടും നമ്മളത് കൊണ്ടെത്തിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആദ്യമൊക്കെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, ഇതെങ്ങനെ, പ്രത്യേകിച്ച് ഞാൻ രാജുവായിട്ട് വർക്ക് ചെയ്തിട്ടില്ല, ഒരു സ്റ്റാറുമായിട്ട് വർക്ക് ചെയ്തിട്ടില്ല, ഒരു സൂപ്പർ സ്റ്റാറുമായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഡേ വൺ തന്നെ എനിക്ക് ആ കൺഫ്യൂഷൻ ഉണ്ട്, രണ്ടാം ദിവസം പുള്ളീൻ്റെ അടുത്ത് പുറത്ത് കളയും എന്നൊക്കെ എന്നെ ഉണ്ടായിരുന്നു. പക്ഷേ പുള്ളി വന്നിട്ട് പുള്ളി ഈവൻ മോണിറ്റർ പോലും വരില്ല ആദ്യ ദിവസങ്ങളൊന്നും, പുള്ളി അങ്ങോട്ടേ വരുന്നില്ല, പുള്ളി വരുന്നു അഭിനയിക്കുന്നു പോകുന്നു എന്നുള്ളതാണ്. അപ്പം രണ്ടാം ദിവസം പുള്ളി, മൂന്നാം ദിവസം പുള്ളി നമ്മളോട് സിങ്കായി, നമ്മളെ കൂടെ ഇരിക്കാൻ തുടങ്ങി, തമാശ പറയാൻ തുടങ്ങി. പിന്നെ ഇവിടുന്ന് മാറി വരുന്ന കളിയാക്കുന്നുള്ള ഫീൽ പുള്ളിക്ക് തന്നെ മനസ്സിലായി തുടങ്ങി. പിന്നെ ഇവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്ന, നമ്മൾ ഇപ്പോൾ ബേസിലാണെങ്കിൽ ഞാനാണെങ്കിലും നിഖില, അനശ്വര, അല്ലെങ്കിൽ സിജു, അവരെല്ലാവരും നമുക്ക് അറിയുന്ന ആൾക്കാരുണ്ട്. ഈ തമാശ കളിയാക്കൽ പരിപാടി നമ്മൾ ഫുൾ ടൈം കൊണ്ടുപോകുന്നുണ്ട്. പുള്ളിക്കാരൻ ജോയിൻ ചെയ്യാൻ തുടങ്ങി. അപ്പം ആ ട്രാക്കിലോട്ട് പുള്ളി എത്തുകയും ചെയ്തു. അപ്പം നമുക്കെപ്പോഴുള്ള ഒരു അഡ്വാൻറ്റേജ്, രാജു ഇതുവരെ ചെയ്ത ഒരു സിനിമയിൽ നിന്ന് അല്ലാത്ത രീതിയിൽ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്ത് 10-20 വർഷമായിട്ട് രാജുവിൻ്റെ വർക്ക് ചെയ്ത ടെക്നീഷ്യൻസൊക്കെ ഞങ്ങൾ, അവരെല്ലാം പറഞ്ഞത് രാജു ഇങ്ങനെ ഒരു പടത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവില്ല, കാര്യം ഫുൾ ഫ്രീ ആയിട്ട് ചില്ല് ചെയ്ത് ഒന്നിനെക്കുറിച്ച് ആലോചിക്കാതെ വന്ന് അഭിനയിക്കുന്ന ഒരു സിനിമയാണ്. ഇപ്പോൾ പല സീനിലും പുള്ളിക്ക് ബിഫോർ ആഫ്റ്റർ അറിയില്ല, തൊട്ട് മുമ്പ് സീനാണ് തൊട്ട് ശേഷം സീനാണെന്ന് പുള്ളി ചോദിക്കും. അപ്പോൾ അങ്ങനെ അഭിനയിക്കാണ് പുള്ളി. മറ്റേ സ്ക്രിപ്റ്റ് കാണാതെ പഠിച്ച് നടക്കുന്ന, ഭയങ്കര പ്രീ പ്ലാൻ ചെയ്ത് നടക്കുന്ന ഒരു പൃഥ്വിരാജുണ്ട്. ബേസിക്കലി എമ്പുരാനൊക്കെ അങ്ങനെയാണ് വിളിച്ചിരുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല ഷൂട്ട് ചെയ്യുന്നത്, നമ്മൾ തോന്നിയ പോലെ ഷൂട്ട് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ കുറച്ച് മാറ്റി ഷൂട്ട് ചെയ്യുക എന്നുള്ളൊരു പ്ലാൻ വയ്ക്കും. പക്ഷെ അത് പുള്ളി അതിലേക്ക് അഡോപ്റ്റ് ചെയ്യും, പുള്ളി അത് ആ രീതിയിൽ പെർഫോം ചെയ്യുകയും ചെയ്തു. അപ്പം ഇതിൻ്റെ റിസൾട്ട് അതിനനുസരിച്ച് മാറുകയും ചെയ്തു. നമുക്കിപ്പോൾ ഈ പറഞ്ഞ ഈ കളിയാക്കുന്നില്ലെങ്കിൽ കുറച്ച് ഓവർ ദ ടോപ്പായിട്ട് വരുന്ന സീക്വൻസുകൾ ആ സിനിമയ്ക്ക് അത് ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആ സിനിമ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആ തെറ്റുകാരനുകളും മാറും. പുള്ളി പ്രൊഡ്യൂസറും കൂടിയാണല്ലോ ഈ സിനിമയുടെ, പുള്ളിയും E4 Entertainment കൂടെ ചേർന്നതാണല്ലോ. അപ്പോൾ അവരുടെ ഒരു ഇൻവോൾവ്മെന്റ് എങ്ങനെയാണ് അവർ? ബേസിക്കലി എനിക്ക് ഇതുവരെയും ഒരു പ്രൊഡ്യൂസറും എനിക്ക് അങ്ങനെ ഒരിടത്തും ഒരു പടത്തിലും എനിക്കങ്ങനെ എൻ്റെ ക്രിയേറ്റീവ് സൈഡിൽ ഇൻവോൾവ് ചെയ്യുമോ, അല്ലെങ്കിൽ അത് അങ്ങനെ പാടില്ല ഇങ്ങനെ പാടില്ല എന്നുള്ളത് തോന്നുന്നു. ഇപ്പോൾ ഇപ്പോഴും രാജു പടം കണ്ടിട്ടില്ല, ഫുള്ളായിട്ട് കണ്ടിട്ടില്ല. ബാക്കി പ്രൊഡ്യൂസേഴ്സൊക്കെ വന്ന് കണ്ടു, രാജു ഇല്ല മ്യൂസിക്കും ഫൈനൽ മിക്സൊക്കെ ആയിട്ട് കാണുന്നതാണ് പുള്ളി പറഞ്ഞത്. അപ്പം ഒരു രീതിയിലുള്ള അങ്ങനത്തെ ഒരു ഇടപെടലൊന്നും അവരുടെ സൈഡിൽ നിന്നുണ്ടാകും. പിന്നെ അവർ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി കാണിക്കും, ചില സീൻ വർക്കാകുമ്പോൾ, അല്ലെങ്കിൽ ക്ലൈമാക്സ് ആകുമ്പോൾ, അല്ലെങ്കിൽ ഇൻട്രോ സീനുകളൊക്കെ ഞാൻ കണ്ടു നോക്കും, എന്തെങ്കിലും സജഷൻ ഉണ്ടെന്ന് പറയും, ഞാൻ അങ്ങോട്ട് കാണിക്കുന്നെങ്കിലേ ഉള്ളൂ. അപ്പം കാണിച്ചാൽ അവർ സജഷൻ പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു സജഷനൊക്കെ പറയുന്നെങ്കിലുള്ള അതിനകത്ത് ഒരു വലിയ മാറ്റമോ ഇല്ലെങ്കിൽ അങ്ങനെയൊന്നും അവർ പറയുന്നില്ല. അപ്പം ആസ് എ പ്രൊഡ്യൂസർ കുറച്ചുകൂടി എനിക്കൊന്ന് ഭയങ്കര കംഫർട്ട് സോണിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തത്. അവരെന്നെ നന്നായി ട്രീറ്റ് ചെയ്യുകയും ചെയ്തു ഈ കാര്യത്തിൽ. പ്രത്യേകിച്ച് ഒരു കോമഡി സിനിമ ആകുമ്പോൾ നമുക്ക് ഓൺ പേപ്പർ ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല എല്ലാ കാര്യങ്ങളും. അപ്പം ആ സമയത്തുള്ള ഇമ്പ്രൂവൈസേഷനൊക്കെ ഇപ്പോൾ രാജു എപ്പോഴും പറയുന്നവർ 15 ദിവസം എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് 45 ദിവസം ഷൂട്ട് ചെയ്യുന്നതാണ്. ശരിക്കും അത് അങ്ങനെ തന്നെ പുള്ളിയുടെ ക്യാരക്ടർ നമ്മൾ വലുതാക്കിക്കൊണ്ടിരുന്നു, ഡെവലപ്പായിക്കൊണ്ടിരുന്നു. ഞാൻ അപ്പോഴും പറയുന്നുണ്ട്, ഈ ബിഫോർ ആഫ്റ്റർ ചെയ്യുമ്പോൾ ബിഫോർ ആഫ്റ്റർ എടുത്തിട്ടില്ല, അപ്പം എന്താണ് ഞങ്ങൾ അറിയില്ല, നമുക്ക് ഇത് എടുത്തിട്ട് അങ്ങോട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാം, ഓർഗാനിക്കായിട്ട് പോകാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പുള്ളി നിന്ന് തരുകയും ചെയ്തു. അപ്പോൾ ആസ് എ പ്രൊഡ്യൂസർ അതിനൊരു ബഡ്ജറ്റ് മാറുന്നുണ്ടാവും, പക്ഷെ അതൊന്നും പുള്ളി അറിയത്തില്ല. പുള്ളി അതൊക്കെ എല്ലാവരും ഇപ്പോൾ E4 ആണെങ്കിലും പൃഥ്വി പ്രൊഡക്ഷൻസ് ആണെങ്കിലും ഇത് ഒരു രീതിയിലുള്ള കോംപ്രമൈസ് ചെയ്യാൻ അവർ സംബന്ധിച്ചു. ഇപ്പോൾ യോഗി ബാബുവിൻ്റെ ഡേറ്റ്, യോഗി ബാബു ഭയങ്കര തിരക്കുള്ള ഒരാളും അതിൻ്റെ ബഡ്ജറ്റും കൂടുതലാണ്, പക്ഷെ എന്നാലും പുള്ളിയെ നമ്മൾ കൃത്യമായിട്ട് ടാക്കിൾ ചെയ്ത് കൊണ്ടുവരാനും
പുള്ളി നമുക്ക് യൂസ് ചെയ്യാനൊക്കെ ഈ പ്രൊഡക്ഷൻ സൈഡ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കോമഡി സിനിമകളിലോ അല്ലെങ്കിൽ ആ ജോണറിലുള്ള സിനിമകളിൽ ഒരുപാട് കോമ്പിനേഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ മോഹൻലാൽ ശ്രീനിവാസൻ, ജയറാം ജഗതി, അല്ലെങ്കിൽ നിവിൻ പോളി, അജു വർഗീസ് വരെയുള്ളത്. ഇപ്പം പൃഥ്വിരാജിന് അങ്ങനെ ഒരു കോമ്പിനേഷൻ നമ്മൾ അധികം കണ്ടിട്ടില്ല. ഇപ്പോൾ ഇന്ദ്രേട്ടനും ചേട്ടനും ഒക്കെ ഉണ്ട്, പക്ഷെ അവർ വേറൊരു പവർ ഇക്വേഷനാണ്. ഇതിൽ പൃഥ്വിരാജും ബേസിലും കൂടെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു യുണീക്ക് എനർജി ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അവരെ ഇനി ഇപ്പോൾ ഈ സിനിമയിൽ ഡയറക്ട് ചെയ്ത് കഴിഞ്ഞു ഇനി അങ്ങോട്ട് അവർക്കൊരു നല്ലൊരു കോമ്പിനേഷൻ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. ഉറപ്പായിട്ടും ഉണ്ടാവും തോന്നുന്നു. എനിക്ക് തന്നെ തോന്നുന്നു നമുക്കൊരു പടം ചെയ്താലും അവരുള്ള കോമ്പിനേഷൻ സീക്വൻസ് ഉള്ളതൊക്കെ ഏറ്റവും നല്ല സീനുള്ളതാണ്. വിവേകിനെ കണ്ടിട്ടുണ്ടോ അറിയാം. അവർ ഏറ്റവും വർക്കായ സീനുകളൊക്കെ ബേസിലും പൃഥ്വിരാജും തമ്മിലുള്ള സീനുകൾ. അത് നമ്മൾ സിനിമ ഷൂട്ട് ചെയ്ത് മെയിലാണ് തുടങ്ങുന്നത്, കഴിഞ്ഞ മെയിൽ. അപ്പോൾ ആ ഷെഡ്യൂളിൽ ഉണ്ടായിരുന്നൊരു എനർജി അല്ല അതിൻ്റെ അടുത്ത ഷെഡ്യൂൾ വരുമ്പോൾ എല്ലാവർക്കും ഉള്ള എനർജി. ഓരോ ഷെഡ്യൂൾ ഇപ്പോൾ ക്ലൈമാക്സ് ഷെഡ്യൂളിന് വേറൊരു വലിയൊരു എനർജി ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇവരെ കോംബോ സീക്വൻസ് എടുക്കാവുന്നത്. അപ്പം ഏറ്റവും അവസാനത്തെ എടുക്കുന്നത്. അപ്പം ഏറ്റവും അവസാനത്തെ ആ 15 ദിവസത്തെ സമയത്ത് ഇവർ ഭയങ്കരമായിട്ട് എല്ലാവരും ജെല്ലായി. നമ്മുടെ ഫുൾ ക്രൂ ആണെങ്കിലും ആർട്ടിസ്റ്റാണ് എല്ലാം ജെല്ലായി. അപ്പം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരമായിരുന്നു അവർ. രാജു ആണെങ്കിലും ബേസിലാണെങ്കിലും അവരുടെ കുറേ സിംഗിൾ ഷോട്ട് ടേക്കുകളൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര രസമുള്ള പെർഫോമൻസുകൾ അവർ ചെയ്തു. അപ്പം അവരങ്ങോട്ട് സിങ്കായി, നല്ല രീതിയിൽ സിങ്ക്. അപ്പോൾ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് അവർ തമ്മിലൊരു ഇനിയും സിനിമകൾ ഞാൻ ചെയ്തില്ലെങ്കിലും മറ്റുള്ളവരെങ്കിലും അത് എക്സ്പ്ലോർ ചെയ്യണമെന്നുള്ളൊരു കഥ കിട്ടിയാൽ എന്തായാലും ആൾക്കാർ ചെയ്യുന്നു. അവരും ചെയ്യാൻ റെഡി ആയിരിക്കും. ഭയങ്കര കംഫർട്ട് സോണായിരുന്നു എല്ലാവരും. ഇവർ രണ്ടുപേരും വളരെ അക്കംപ്ലിഷ്ഡ് ആയിട്ടുള്ള ഡയറക്ടേഴ്സാണ്, ബേസിലായാലും പൃഥ്വിരാജായാലും. ഇവർ രണ്ടുപേരും ഹാവിങ് 2 ഡയറക്ടേഴ്സ് ഓൺ സെറ്റ്, അത് ഒരു അഡീഷണൽ ബെനിഫിറ്റ് ആണോ അതൊരു പ്രഷറാണോ എങ്ങനെയാണ്? എനിക്കത് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം വെച്ചാൽ ഫസ്റ്റ് മൂവി മുതൽ എനിക്ക് ഡയറക്ടേഴ്സ് കൂടെ ഉണ്ട്. ഫസ്റ്റ് മൂവിൽ സൗബിൻ ഉണ്ടായിരുന്നു. സൗബിൻ ഓൾറെഡി ഒരു ഡയറക്ടറാണ്. അപ്പം സൗബിൻ ഇപ്പോൾ ക്ലൈമാക്സ് കഴിയുമ്പോൾ ഓടി വന്നിട്ട് ക്ലൈമാക്സ് 10-400 ഷോട്ടാണ് ഞാൻ ഒറ്റയ്ക്കുള്ളൂ അസോസിയേറ്റിൽ. അന്ന് ആ സമയത്തൊക്കെ അസോസിയേറ്റ് വേറെ ഷോട്ട് എടുക്കാൻ പോകുമ്പോൾ ക്ലൈമാക്സ് കഴിഞ്ഞ് ഞാൻ ഇത്രയും ആർട്ടിസ്റ്റ് ഉണ്ട്, ഭയങ്കര ആർട്ടിസ്റ്റ് ഉണ്ട്. അതിനകത്ത് എല്ലാ 8-10 ആർട്ടിസ്റ്റ് ഉണ്ട്. സൗബിന് മനസ്സിലായി ഇത് കയ്യിൽ നിന്ന് പോകും പാടും. സൗബിൻ ചോദിക്കും ഞാൻ ഹെൽപ്പ് ചെയ്യണം, എത്ര ഷോട്ട് ബാക്കിയുണ്ട്, നീ ഏതൊക്കെ നീ എത്ര ക്ലോസ് ബാക്കിയുണ്ട് സൗബിൻ ചോദിക്കും. അപ്പം ഞാൻ വേണ്ട ഇത്രയൊക്കെ ഉള്ളൂ, ഞാൻ നോക്കാം. അവൻ്റെ മാർക്ക് ചെയ്യും, ഇന്ന ഷോട്ട് ബാക്കിയുണ്ടല്ലേ അത് മാർക്ക് ചെയ്ത് മാർക്ക്. അപ്പോൾ ഇനി ഏതൊക്കെ എടുക്കാം എന്ന് പറഞ്ഞിട്ട് സൗബിൻ എന്നെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അപ്പം അന്ന് മുതൽ എനിക്ക് എൻ്റെ കൂടെ കണക്ട് ആവുന്ന ആക്ടേഴ്സിനേക്കാൾ കൂടുതൽ ഡയറക്ടേഴ്സ് ആയിരുന്നു. ഞാനൊരു കഥ പറയുമ്പം വിഷ്വലി അത് കിട്ടില്ല. അപ്പം മുദ്ദുക വിഷ്വലി കിട്ടാൻ ഭയങ്കര പാടാണ് പറയുമ്പോൾ. അപ്പോൾ അത് അങ്ങനെ പോയി. അപ്പോൾ അന്താക്ഷരി ടൈമിലാണെങ്കിൽ എനിക്ക് ആ വിഷ്വലി പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്ന ആ പടം ഇത്രയും ഡിലേ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് സഹിച്ചേട്ടൻ പിന്നെ എന്നോടുള്ള വിശ്വാസം ഓടി ഒന്ന് ചെയ്യുകയാണ് ചെയ്തത്. കഥയെ വിശ്വാസമുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, എന്നെ ഭയങ്കര വിശ്വാസമുണ്ട് ആ സമയത്ത്. അതിപ്പോഴും അങ്ങനെയാണ്. അപ്പം അതിൻ്റെ പുറത്താണ് ആ പടം നടന്നത്. അപ്പം അതും പിക്ക് ചെയ്യാൻ എനിക്ക് ജിത്തു ജോസഫ് പോലത്തെ ഒരാളെന്നത് അത് അയാളാണ് തിരിച്ചറിയുന്നത്. പുള്ളി അദ്ദേഹം എന്നെ ഇതിനു മുമ്പേ എന്നെ അറിയാം, ഈ പടം പല രീതിയിലും ഹെൽപ്പ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അപ്പം ആ സമയത്തും ഇപ്പം LJP പുള്ളി എനിക്കൊരു പടം സെറ്റ് ചെയ്ത് തരാൻ, പ്രൊഡ്യൂസ് ചെയ്ത് തരാൻ, അല്ലെങ്കിൽ എൻ്റെ കഥകൾ കേൾക്കാൻ പുള്ളി എപ്പോഴും വില്ലിങ് ആയിരുന്നു. ലാസ്റ്റ് ഒരു പടം പ്രൊഡക്ഷൻ വരെ നമ്മൾ എത്തിയാണ്. അപ്പം ഡയറക്ടേഴ്സാണ് എപ്പോഴും എന്നെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത ജയജിയിൽ വന്നപ്പോഴും ബേസിൽ തന്നെയാണ് വന്നത് വീണ്ടും. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇവിടെ വന്നപ്പോൾ ബേസിലും പൃഥ്വിരാജായി. ഇപ്പം ഡയറക്ടേഴ്സിന് കൂടുതൽ നമ്മൾ പറഞ്ഞാലും വിഷ്വലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും മോർ ദാൻ ആക്ടേഴ്സ്. കാര്യം ആക്ടേഴ്സ് അവരുടെ സോണിൽ മാത്രം നിന്ന് ആ സിനിമ ഞാൻ എങ്ങനെ വരും, അല്ലെങ്കിൽ ഞാൻ വന്ന സിനിമയിൽ എങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ ഈ സിനിമ ആളുകൾ എൻ്റെ ഓഡിയൻസ് എങ്ങനെ എടുക്കുന്നതാണ് അവർ ആലോചിക്കുന്നത്. പക്ഷെ ഒരു ഡയറക്ടർ വ്യൂ ഉള്ള ഒരു ആക്ടറാണെങ്കിൽ അവർ ആ സിനിമ ടോട്ടാലിറ്റിയെ കുറിച്ച് ഭയങ്കര ചിന്തയായിരിക്കും. അപ്പം ഞാനെപ്പോഴും ടോട്ടാലിറ്റിയെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ സിനിമയെന്ന് ആ ഹീറോയെ കുറിച്ച് ഒരിക്കലും പരിഗണിക്കാറില്ല. അപ്പോൾ അതവർക്ക് കിട്ടുന്നുവെങ്കിൽ അവരത് എടുക്കും, ഡയറക്ടർ വ്യൂ ഉള്ളതുകൊണ്ട്. അപ്പം രാജുവിന് അതുണ്ടായി, ബേസിലുണ്ടായി. ഇപ്പം ഞാനിപ്പം അമീർ സാറോട് സംസാരിക്കുമ്പോൾ അവർക്കും പുള്ളിയായിട്ട് കണക്ട് ആവുന്നു, പുള്ളിക്ക് ആ ഡയറക്ടർ പെർഫെക്ഷൻ ഉള്ളതെന്നുള്ളതാണ്. ഇപ്പോൾ അപ്പുറത്ത് പോയപ്പോൾ SJ സൂരി വരും. അപ്പോൾ അവിടെ ഇത് തന്നെയാണ് അവസ്ഥ. എല്ലാവരും ആ കഥ മനസ്സിലാവുന്നില്ല. ആ ക്യാരക്ടർ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ പലപ്പോഴും ഞാൻ സ്റ്റക്കാവും. പുള്ളിക്കത് മനസ്സിലായി, അതിങ്ങനെ പ്ലേസ് ചെയ്യാം. ഒരു ഫിലിം മേക്കർക്ക് എപ്പോഴും ഒരു വിഷ്വലൈസേഷൻ പവർ കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ടായിരിക്കും അത് അവരുള്ളതുകൊണ്ടാണ് എൻ്റെ പടങ്ങളൊക്കെ നടന്നു എന്ന് തോന്നിയിട്ടുണ്ട്. ഒരു നോർമൽ ആക്ടർ കണ്ടാൽ ചിലപ്പോൾ അത് റിജക്റ്റ് ചെയ്യും. റിജക്റ്റ് എൻ്റെ ഒരു ഹിസ്റ്ററി അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ അത് ബേസിക്കലി എൻ്റെ കുഴപ്പമുണ്ട്, എനിക്കത് വിഷ്വലൈസ് ചെയ്ത് പറയാനും ചിലപ്പം അറിയാത്തുണ്ടാവും. പ്രോപ്പർ സിനിമ എങ്ങനെയാണ് നറേറ്റ് ചെയ്യണമെന്ന് അറിയില്ല. പക്ഷെ ഇവർക്കത് കിട്ടിയിട്ടുള്ളതുകൊണ്ട് ഞാൻ അപ്പോൾ എല്ലാ സമയത്തും എനിക്കൊരു ഡയറക്ടർ ബാക്കപ്പ് ഉണ്ടാവും. അപ്പോൾ ഞാൻ സിനിമ ചെയ്യുമ്പോഴും കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ അവരുടെ അടുത്ത് കാണിക്കില്ല. ഞാൻ എനിക്കൊരു കോൺഫിഡൻറ്റ് പോയിന്റ് വരുമ്പോൾ ഇതിങ്ങനെ വന്നാലോ എന്ന് ചോദിക്കും, കൺഫ്യൂഷൻ വരാനും ചോദിക്കും. അവർ ചിലപ്പോൾ സജഷൻ പറയും. പക്ഷേ ഡയറക്ടർ കം ആക്ടർ ആയതുകൊണ്ട് അവർ മാക്സിമം ഒതുങ്ങി നിൽക്കും, ഒരു ഇൻവോൾവ്മെന്റ് തരാതെ അല്ലെങ്കിൽ സജഷൻ പറയാതിരിക്കും. ഞാൻ ചെയ്യുമ്പോഴും ഇതുപോലെ ആരും ഒന്നും പറയാൻ പാടില്ല എന്ന് ബേസിന് ഭയങ്കരമായിട്ടുണ്ട്, രാജുവിന് ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ
ഇൻവോൾവ് ചെയ്യില്ല ഒരിക്കലും. തെറ്റാണ് നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ ഒരു മിണ്ടാതിരിക്കും. അതാണെങ്കിൽ വേണമെങ്കിൽ അങ്ങനെ കൂടെ നോക്കായിരുന്നു എന്നൊക്കെ പറയും. അതിനപ്പുറം അവർ ഒരു വാക്കുപോലും പറയില്ല. അപ്പം എനിക്ക് മനസ്സിലായി അവർക്ക് വർക്കായിട്ടില്ല അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടെന്നുള്ള സാധനം കിട്ടും. എന്നാലും ഒരു ഉറക്കെ പറയില്ല. വേറൊരു ആക്ടറാണെങ്കിൽ ചിലപ്പോൾ വന്നിട്ട് വർക്കായില്ലെന്ന് പറയും, ഇവർ പറയില്ല. അപ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിക്കും ഇത് വർക്കാവുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത് മാറ്റണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അപ്രോച്ച് ചെയ്യണോ എന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ എപ്പോഴും ഒരു ഡയറക്ടേഴ്സ് വ്യൂ ഒരു നടന് ആവശ്യമുണ്ടെന്ന് തോന്നി. അങ്ങനെയുള്ളവർക്ക് കുറച്ചുകൂടി കാലിബർ നമ്മൾ എല്ലാ ഇൻഡസ്ട്രിയും കാണുന്നുണ്ട്. ഇപ്പം തെലുങ്കിൽ നാനി, തമിഴ് ധനുഷ്, അല്ലെങ്കിൽ ഹിന്ദിയിൽ അമീർ ഖാൻ, അപ്പം രക്തീഷ് ഷെട്ടി, ഇവിടെ പൃഥ്വിരാജ് ബേസിൽ അവരൊക്കെ ഓൺ സ്പേസ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് മോർ ദാൻ അവരുടെ ആക്ടിങ് സ്കില്ലിനേക്കാളും അവർ സിനിമകളും ഫിലിം മേക്കിങ്ങിൻ്റെ രീതിയിലും ചൂസ് ചെയ്യുന്ന സിനിമകളിലൊക്കെ ബലത്തിലാണ്. അപ്പോൾ ഞാൻ എല്ലായിടത്തും നോക്കുമ്പോൾ ഇപ്പോൾ ശിവകാർത്തിയാണ്. എങ്ങനെ ശിവകാർത്തിയനായെന്ന് വെച്ചാൽ പുള്ളി AD ആയിരുന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ ഡയറക്ഷൻ പവർ ഉള്ളതാണ്. ഇപ്പോൾ SJ സൂര്യ. അപ്പം ഞാൻ എല്ലാ ഇൻഡസ്ട്രിയിലും ഇത് കാണുന്നുണ്ട്. ഒരു ഡയറക്ടർ വ്യൂ ഉള്ള എല്ലാ, ചിലപ്പോൾ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല എന്നാലും AD ആയിട്ടുണ്ടാവും. അവർക്കൊക്കെ ഒരു പ്രത്യേക സ്കില്ലുണ്ടാവും സിനിമ സെലക്ട്. ഇപ്പം സൗബിനടുത്ത് രോമാഞ്ചവും മഞ്ഞുമൽ ബോയ്സും ഒരേ സമയം ഓടുന്നതിൻ്റെ കാര്യം അയാൾക്ക് വേറൊരു നടൻ ചിലപ്പോൾ രോമാഞ്ചം എടുക്കുകയോ അല്ലെങ്കിൽ മഞ്ഞുമൽ ബോയ്സ് ഇത്ര ധൈര്യത്തോടെ വരുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതിനകത്തൊരു ഡയറക്ടർ ഒളിഞ്ഞ് കിടക്കുന്നുണ്ടായിരിക്കും പുള്ളി അത് ചെയ്തെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പം അത് എപ്പോഴും എനിക്ക് ഗുണം ചെയ്തിട്ടുണ്ട് ശരിക്കും. ഇപ്പോൾ അടുത്ത സിനിമ ഫഹദ് ഫാസിൽ SJ സൂര്യ സിനിമ ഗാങ്സ്റ്റർ കോമഡിയാണെന്ന് പറഞ്ഞു കേട്ടു. കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാമോ? അത് എപ്പോഴാണ് തുടങ്ങുന്നത്, എങ്ങനെയാണ്? ഒന്നും തീരുമാനിച്ചില്ല. ഡേറ്റ് ഒന്നും അത്രയും കൃത്യമായിട്ട് ഈ വർഷം തന്നെ തുടങ്ങുന്നുള്ളതാണ്. ഫാദിൻ്റെയും രണ്ടുപേരും ഡേറ്റ് കോമ്പിനേഷൻസ് ഉണ്ട്. അപ്പോൾ അത് നോക്കണം. പ്ലസ് അത് ഈ പറഞ്ഞ കുറച്ച് പണിയെടുക്കാനുണ്ട്. ഇപ്പം SJ സൂര്യ ഓൺ ബോർഡ് വരുമ്പോൾ നമുക്ക് അയാൾക്ക് വേണ്ടിയിട്ട് കുറച്ച്, ഇപ്പം ഞാൻ ആക്ടേഴ്സ് വരുമ്പോൾ അതിനുവേണ്ടി ഞാൻ മാറ്റി വർക്ക് ചെയ്യും. ഇപ്പം ഫാദ് വന്നപ്പോൾ മാറ്റി വർക്ക് ചെയ്ത് തുടങ്ങി. അതുപോലെ പുള്ളിക്ക് വേണ്ടി മാറ്റി വർക്ക് ചെയ്യണം. അപ്പോൾ ആ സമയം നമ്മൾ എടുക്കുന്നതായാലും. പിന്നെ എന്താ പറയുക, ഗാങ്സ്റ്റർ കോമഡീസ് ഈ പറഞ്ഞ അതേയാണ് നമ്മൾ പോയ റൂട്ടിൽ കൂടെയാണ് പോകുമ്പോൾ. ജയ പോലെ അന്താക്ഷരി പോലെ ആ റൂട്ടിൽ തന്നെ പോകാൻ. അപ്പം ഇഷ്ടം പോലെ പടങ്ങൾ നമ്മുടെ ഫ്രണ്ടിലുണ്ട്. അപ്പോൾ അതിലൊന്നും തട്ടാതെ അതിൻ്റെ ഇടയിൽ കൂടെ കൊണ്ടുപോയി ഒരിടത്ത് ലാൻഡ് ചെയ്യുക എന്നുള്ളൊരു ബുദ്ധിമുട്ട് എപ്പോഴും ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു പണി എടുക്കേണ്ടി വരും. അത് മാത്രമേ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. ബേസിക് ഇതുപോലെ തന്നെ നമ്മുടെ ജയ അന്താക്ഷരി എൻ്റെ തന്നെയാണ് കഥ. അപ്പം അതിൽ കോറേറ്റർ ആഡ് ചെയ്ത്, പിന്നെ ഞാൻ കോറേറ്ററിനേക്കാൾ നല്ലത് നാഷിദിനൊരു സ്പേസ് കിട്ടാൻ വേണ്ടി നാഷിദിനാണ് ഇപ്പോൾ സ്ക്രീൻ പ്ലേ ഡയലോഗ്സ് ചെയ്യുന്നത്. പിന്നെ അഡീഷണൽ ആയിട്ട് ഒരു 4 പേരും കൂടെ വേറെ ഉണ്ട് റൈറ്റേഴ്സ്. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ പോകുന്നൊരു സിനിമ തന്നെയാണ്. എന്നാലും അത് ലീഡ് ചെയ്യുന്ന സ്ക്രീൻ പ്ലേ ഡയലോഗ്സ് ഇപ്പം നാഷിദ് മുഹമ്മദ് ഫാമിയാണ്. ഇപ്പോൾ ഫൈനലി ഗുരുവായൂർ അമ്പലനടയിൽ തിയേറ്ററിലേക്ക് എത്തുകയാണ്. ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ട്. കുറേ നാളുകൾക്ക് ശേഷം വളരെ വലിയൊരു ഫാമിലി എൻ്റർടൈനർ വരികയാണ്. ഇപ്പോൾ ബേസിൽ തന്നെ ഇൻ്റർവ്യൂലൊക്കെ പറഞ്ഞു തെങ്കാശിപ്പട്ടണവും ഗോഡ് ഫാദറും ഒക്കെ പോലത്തെ ഒരു എൻ്റർടൈൻമെൻറ്റ് സിനിമയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്താണ്, വാട്ട് ഈസ് യുവർ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്? പ്രഷറാണോ അതോ സന്തോഷമാണോ? പറഞ്ഞത് പ്രഷറാണ്. അവൻ എന്നെ ഏറെ കയറ്റാൻ വേണ്ടി പറഞ്ഞത് തോന്നുന്നു. അത് വെച്ചൊന്നും കമ്പയർ ചെയ്യാനേ പറ്റില്ല. അങ്ങനെ അതിനകത്തൊക്കെ ഒരു ഡെപ്ത് ആയിട്ടുള്ള കഥകളുണ്ട്, ഇല്ലെങ്കിൽ സ്പേസ് ഉണ്ട്, ക്യാരക്ടേഴ്സ് ഉണ്ട്. ഭയങ്കര നമ്മളൊരു കുഞ്ഞു പടമാണ്. കല്യാണത്തിന് 10 ദിവസം മുമ്പുള്ളൊരു സിനിമയാണ് തുടങ്ങുന്നത്. അപ്പോൾ 10 ദിവസമുള്ള ക്യാരക്ടർ ആർക്ക് മാത്രമേ എല്ലാവർക്കും ഉള്ളൂ. അപ്പോൾ അത് എത്ര രസകരമായിട്ട് പറയാൻ പറ്റുമെന്ന് മാത്രം നമ്മൾ ആലോചിച്ചു. അതിനകത്ത് കോമഡി ഉണ്ട്, ഫൈറ്റ് ഉണ്ട്, പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്, പിന്നെ കുറേ ആക്ടേഴ്സ്, നമുക്ക് ഇഷ്ടമുള്ള കുറേ അഭിനേതാക്കളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ രസകരമായ പെർഫോമൻസ് ഉണ്ട്. ഇങ്ങനെ ഒരു ടോട്ടൽ പാക്കേജാണ് ആ പടം. അപ്പോൾ ആ ഒരു മൂഡിൽ ആ പടം കണ്ടാൽ ഭയങ്കര രസമായിരിക്കും. നമ്മളൊരു വലിയ കഥയൊന്നും പ്രതീക്ഷിക്കാതെ. എൻ്റെ എപ്പോഴുള്ള പേടി ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ പടങ്ങൾ, റിയലിസ്റ്റിക് പടങ്ങളൊക്കെ ഇല്ലെങ്കിൽ കുറച്ച് പടങ്ങൾ, സിനിമകൾ സീരിയസ് ആയിട്ട് കാണുന്ന ഒരു ആദ്യ ദിവസം വന്നാൽ ഞാൻ പെടും. ഇത് അങ്ങനെയുള്ളവർക്കുള്ള ഒരു പടമല്ല. ഇത് ശരിക്കും നമുക്ക് പോപ്കോണൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് ഫാമിലിയായിട്ടൊക്കെ ചില്ല് ചെയ്ത് ഒരു കല്യാണം കൂടാൻ പോകുന്ന വൈബിൽ പോയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നൊരു പടമാണ്. ആ ഒരു മൈൻഡ് സെറ്റിൽ എല്ലാവരും വന്നാൽ എല്ലാവരും ഹാപ്പി ആയിരിക്കും, ഞങ്ങളും ഹാപ്പി ആയിരിക്കും, നിങ്ങളും ഹാപ്പി ആയിരിക്കും. അപ്പോൾ എനിക്ക് അതാണ് പ്രേക്ഷകരോട് പറയാനുള്ളത് കാര്യം. ഓക്കെ വിപിൻ, താങ്ക് യു വെരി മച്ച്. ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ ദി ഫിലിം. താങ്ക് യു.